പ്രിയപ്പെട്ടവരെ, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത്. നേരത്തെ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിന് ഒരുപാട് ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടി. അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് കൃത്യമായിട്ട് പറഞ്ഞാൽ കെ സുധാകരനെ മുഖ്യമന്ത്രിയായി കാണണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. കെ സുധാകരൻ ആകാത്ത സാഹചര്യത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ആ വീഡിയോ ഒരുപാട് ലൈക്കും കമൻറ്റും കിട്ടി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശന് ഒരു വീഡിയോ അയക്കുകയാണ്. ഇത് വി ഡി സതീശൻ കാണും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മത മേലധ്യക്ഷന്മാരെയൊക്കെ കാണുന്നൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യങ്ങളാണ്. നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുക. ഈ മേലധ്യക്ഷന്മാരുമായിട്ട് വേദികൾ പങ്കിടുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ മതമേലധ്യക്ഷന്മാരൊക്കെ PCC സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവരുമായിട്ട് വേദികൾ പങ്കിടാവുള്ളൂ. കേസിലെ പ്രതികളായിട്ടുള്ള മേലധ്യക്ഷന്മാരുമായിട്ട് വേദികൾ പങ്കിടുന്നത് ശ്രദ്ധിക്കണം, വളരെയേറെ ശ്രദ്ധിക്കണം. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA-യും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനുമായ ശ്രീ ചാണ്ടി ഉമ്മന് മന്ത്രിസഭയിലെ പരിഗണന കിട്ടിയിട്ടില്ല. അദ്ദേഹം എല്ലാം കൊണ്ടും മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാകാൻ യോഗ്യനായിരുന്നു. എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റത്തില്ല, അതൊക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, മാത്യു കുഴൽനാടൻ വി ഡി സതീശനോടൊപ്പം ഈ നിയമസഭയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയ ആളാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിനും അർഹതപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല. ആയതിനാൽ എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ, അതുപോലെ തന്നെ ശ്രീ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ, ഇവർക്ക് രണ്ടുപേർക്കും അർഹമായ സ്ഥാനങ്ങളെ കൊടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. KPCC പ്രസിഡന്റ് സ്ഥാനം ചാണ്ടി ഉമ്മനോ മാത്യു കുഴൽനാടനോ, അല്ലെങ്കിൽ UDF കൺവീനർ സ്ഥാനം, ഇവർക്ക് രണ്ടുപേർക്കും അർഹതപ്പെട്ട സ്ഥാനങ്ങളുടെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ മുമ്പോട്ട് നല്ല രീതിയിൽ പോകത്തുള്ളൂ. അവർ നല്ല കഴിവുള്ള നേതാക്കന്മാരാണ്. അവരെയൊക്കെ കൈപിടിച്ച് യുവത്വത്തിൻ്റെ പ്രതീകമായിട്ട് അവരെയൊക്കെ കൈപിടിച്ച് കൊണ്ടുവരണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.